എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ 900 അതാണെങ്കിൽ ഇപ്പൊ വലിയൊരു പില്ലറിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അത് ഗം ഗം എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കൈ നീട്ടും. പക്ഷെ കൈയാണെങ്കിൽ നോർമലായിട്ട് നിൽക്കുകയാണ്. അത് നീണ്ടു വരില്ല. അവൻ കാല് നീട്ടാൻ ശ്രമിക്കും. പക്ഷെ അതിലെല്ലാം അവൻ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഇവിടെ ഇവൻ കാലും കൈയൊക്കെ വീശുമ്പോ ആ ഒരു മാൻഷൻ അത് മുഴുവനായിട്ടും കിടിങ്ങി വിറയ്ക്കും. ഡോക്ടർ ഷോക്കാവും. ഇത്രയും സോംബികളെ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഇതുമാത്രം എന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോയേ? ഇവിടെ 900 അവന്റെ പവർ ഒന്നും വർക്കാവില്ല എന്ന് മനസ്സിലാക്കി ഇപ്പൊ പതിയെ പതിയെ ആ തൂണിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ലാമിയെ രക്ഷിക്കാനും നമ്മുടെ ആൾക്കാരുടെ ഷാഡോ അത് തിരികെ പിടിക്കാനുമായിട്ട് അങ്ങനെ ഹായായിട്ട് നടന്നു വരികയാണ്. ഉടനെ ചോപ്പർ പറയും, നമ്മൾ പോകുന്ന മിഷൻ അതത്ര ചെറുതല്ല. നമ്മുടെ ഷാഡോസ് അതിപ്പോ നമ്മളെ കഴിഞ്ഞ് പവർഫുൾ ആയ സോംബിയുടെ ബോഡിയിലാണ്. അതുകൊണ്ട് തന്നെ അവരെ ബീറ്റ് ചെയ്ത് തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിൽ തന്നെ ലൂഫിയുടെ ഷാഡോ ആണ് 900 എന്ന് പേരുള്ള ആ ജയന്റിന്റെ ബോഡിയിലുള്ളത്. സോ നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതെ അവിടേക്ക് പോയിട്ട് കാര്യമില്ല. പക്ഷെ ലൂഫിക്കാണെങ്കിൽ യാതൊരു കൂസലും ഉണ്ടാവില്ല. മാത്രമല്ല വയസ്സായ അപ്പൂപ്പൻ പറഞ്ഞ കാര്യം അതവൻ ഓർക്കും. നിങ്ങൾക്ക് നല്ല പവറുണ്ട്, നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ഐലാൻഡില് പല ചേഞ്ചസും വരുത്താൻ കഴിയും. ലൂഫി പറയും, ഇനി ഒന്നും ചിന്തിക്കാനില്ല. ആ ഗ്രാൻഡ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നേരെ അവിടേക്ക് പോവാം. അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ ആ ഗക്കോ മുറിയ അവനെ കണ്ടെത്തി തല്ലിക്കൊല്ലണം. അവനെ കൊന്നുകളഞ്ഞ എല്ലാ പ്രോബ്ലംസും വളരെ വേഗം തന്നെ സോൾവ് ആവും. ബാക്കിയുള്ള സോംബീസിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ കീഴടക്കാനും അവറ്റകളുടെ ബോഡിയിലുള്ള ഷാഡോസിനെ പുറത്തേക്ക് കൊണ്ടുവരാനും കഴിയും. നമ്മുടെ മുൻപിൽ കാണുന്ന ആ ഒരു സ്റ്റെയർ കേസ് അതുവഴി മുകളിലേക്ക് കയറുകയാണെങ്കിൽ ആ ഗക്കോ മുറിയുടെ അടുത്തേക്ക് നേരിട്ടെത്താൻ കഴിയും. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും ആ ഗക്കോ മുറിയെ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊല്ലും. അവിടെ സാഞ്ചിയുടെ മനസ്സിൽ നാമിയെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ച് തിരികെ കൊണ്ടുവന്ന് അവളുടെ റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കണം. ഒരു കാരണവശാലും വില്ലന്മാരുടെ കയ്യിലേക്ക് അവളെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. എന്റെ ഫയർ പവറിൽ അവനെ ഞാൻ കത്തിയിരിക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ കത്തി ജ്വലിച്ചു നിൽക്കും. ഉസോപ്പ് പറയും, എനിക്ക് നാമിയെ ആ വില്ലന്റെ കയ്യിൽ വിട്ടുകൊടുത്തതിൽ വളരെ വിഷമമുണ്ട്. സോ സാഞ്ചിയുടെ കൂടെ അവനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പോവും. ഉടനെ ഫ്രാങ്കി പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രൂക്കിനെ ഹെൽപ്പ് ചെയ്യും. കാരണം അവനിപ്പോ നമ്മളുടെ സഹായം അത്യാവശ്യമാണ്. അത് കേട്ട് സോറോ പറയും, ഞാനും ഫ്രാങ്കിയുടെ കൂടെ തന്നെ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ബ്രൂക്ക് ഫൈറ്റ് ചെയ്യുന്നവൻ ഒരു ലെജൻഡറി സാമുറായി ആണ്. തോൽപ്പിക്കാൻ എന്നെ പോലെ ഒരു സ്ക്വാഡ്സ്മാനെ കൊണ്ട് മാത്രമേ കഴിയൂ. ടോബിനാണെങ്കിൽ തീർത്തു പറയും, ആദ്യം നശിപ്പിക്കേണ്ടത് ആ ഗക്കോ മുറിയാണ്. കാരണം അവരുടെ നട്ടെല്ല് തകർത്ത് കളഞ്ഞ പിന്നെ ബാക്കിയുള്ള ബ്രാഞ്ചസ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇല്ലാതാക്കാം. അതിന് ചോപ്പർ അവനാണെങ്കിൽ ഇപ്പൊ കുറച്ച് പേടിയാവും. അവൻ 7 വാർലോഡ്സിൽ ഒരുവനാണ്. നമ്മൾ കരുതും പോലെ അത്ര എളുപ്പത്തിലൊന്നും അവനെ തകർക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. ലൂഫി ക്യാഷ്വലായിട്ട് പറയും, ആ ക്രൊക്കഡൈല് അവനും 7 വാർലോഡ്സിൽ ഒരുവനായിരുന്നു. എന്താ സംഭവിച്ചെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഉടനെ ചോപ്പർ ലൂഫിയോട് പറയും, ലൂഫി നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അടുത്ത നിമിഷം ഉസോപ്പ് അവൻ ഇത്രയും നേരം ചവിട്ടി കൂട്ടിക്കൊണ്ടിരുന്ന സാധനം എല്ലാവർക്കും കൊടുക്കും. അത് മറ്റൊന്നുമല്ല, ഉപ്പാണ്. ഏതെങ്കിലും സോംബീസ് നിങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ ഇത് ഉപയോഗിക്കുക. മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവണം, നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല. സൂര്യൻ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് ഉദിക്കാം. സോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ലൂഫിക്കും സോറയ്ക്കും സാഞ്ചിക്കും നിങ്ങൾക്ക് 3 പേർക്കും നിങ്ങളുടെ ബോഡി കൂടെ നഷ്ടാവും. സോ അതിനു മുൻപ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഷാഡോ അത് തിരികെ പിടിച്ചേ പറ്റൂ. അങ്ങനെ എല്ലാവരും വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ആ മാൻഷനിലേക്ക് ഓടുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വവ്വാല് അതാണെങ്കിൽ നമ്മുടെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ആ വവ്വാല് ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ ക്യാപ്റ്റനെ അറിയിക്കാൻ അങ്ങനെ പറന്നു പോകും. ഇവിടെ ആ 900 ആണെങ്കിൽ ആ കപ്പലിന്റെ ഏറ്റവും മുകളിലെത്തി. എന്നിട്ട് ചുറ്റും നോക്കും. കപ്പലിന്റെ വലിപ്പവും അതിലെ കാഴ്ചകളൊക്കെ കണ്ട് അതങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ബാക്കി സോംബികൾക്കാണെങ്കിൽ 900ന്റെ ബിഹേവിയർ അതൊട്ടും ഇഷ്ടാവില്ല. അതിന് ഗക്കോ മുറിയ പറയും, അവൻ കുഞ്ഞല്ലേ, അവനൊരു അല്പസമയം കൊടുക്ക്, അവനും നിങ്ങളെപ്പോലെ ഓക്കെ ആയി വരും. ഇവനിലൂടെ ഇനിയും എനിക്ക് ഒരുപാട് പവർഫുൾ ആയ സോംബീസുകളെ ഉണ്ടാക്കണം. അതിന് ഡോക്ടർ നിങ്ങൾ വേണം എന്നെ സഹായിക്കാൻ. ഡോക്ടർ ആണെങ്കിൽ ഫുൾ ഹാപ്പി ആയിട്ട് പറയും, തീർച്ചയായിട്ടും എന്റെ എല്ലാ സഹായവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വവ്വാല് അതാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പ്ലാൻ എല്ലാം
ഗഗ്ഗോ മുറിയോടും ആ ഡോക്ടറിനോടും പറയും, നമ്മൾ ഷാഡോ എടുത്ത ആ 3 പേരെ അവർ വിളിച്ചുണർത്തി. അവരെല്ലാവരും ചേർന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് കേട്ട് ഒരു സെക്കൻഡ് ഗഗ്ഗോ മുറിയെയും ഡോക്ടറും അവർ രണ്ടുപേരും ഷോക്കാവും. കാരണം ഷാഡോ എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും 2 ദിവസം കഴിയാതെ എഴുന്നേക്കില്ല. മാത്രമല്ല നമ്മുടെ ആൾക്കാർക്ക് ആ ബ്രൂക്ക് ആ സോംബീസിന്റെ വീക്ക് പോയിന്റ് ഓൾറെഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണെന്ന് പറയും. അവരത് പറയുമ്പോഴേക്കും ലൂഫിയുടെ നിലവിളി അത് കേൾക്കാൻ തുടങ്ങും. ഉടനെ സോംബീസ് എല്ലാം തന്നെ അറഞ്ചം പുറഞ്ചം ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ വിടാതെ ഫൈറ്റ് ചെയ്യും. ലൂഫിയെ കണ്ട് പേടിച്ച് ഒരുപാട് സോംബീസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വവ്വാൽ ടെൻഷനായിട്ട് ഇപ്പൊ ഡോക്ടറിനോട് ചോദിക്കും, ഡോക്ടർ നമ്മൾ എന്താ ചെയ്യാ? അവരാണെങ്കിൽ ടോൾട്ട് ഉപയോഗിച്ച് എല്ലാവരുടെയും ബോഡിയിലുള്ള ഷാഡോസ് അത് വെളിയിൽ എടുത്തോണ്ടിരിക്കുകയാണ്. ഡോക്ടർ നിലവിളിച്ച് പറയും, എത്രയും പെട്ടെന്ന് ആ ജനറൽ സോംബീസ് അവരെല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും അവരെ അത്ര പെട്ടെന്ന് സ്ട്രോഹാർ ലൂഫിക്കും ടീമിനും നേരിടാനാവില്ല. ആ മെയിൻ സോംബി ഓഫീസർ ഇൻവിസിബിൾ മാൻ അവൻ ഈ കറക്റ്റ് സമയത്ത് എവിടേക്ക് പോയി? ഇത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ പോയി അവനെ ഇവിടേക്ക് വിളിച്ചോണ്ട് വാ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇൻവിസിബിൾ മാനെ കാണിക്കും. അവനാണെങ്കിൽ കല്യാണത്തിനുള്ള വലിയ പ്രിപ്പറേഷൻ നടത്തിയിരിക്കുകയാണ്. വലിയ വലിയ ജനറൽ സോംബീസ് ഒക്കെ ഇപ്പൊ അവരുടെ കല്യാണം കാണാനായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ആ ഡോക്ടർ ആണെങ്കിൽ ഈ കാര്യം കേട്ട് ഷോക്കാവും. ആ വവ്വാല് പറയും, അവിടെ കല്യാണം പൊടി പൊടിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള ചീഫ് സോംബീസ് അവരെല്ലാവരും കല്യാണത്തിന് പങ്കെടുക്കാൻ അവിടെ അണിനിരന്ന് കഴിഞ്ഞു. ഡോക്ടർ ദേഷ്യപ്പെട്ട് പറയും, നിർത്തിടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇപ്പൊ തന്നെ അവിടേക്ക് പോയി എന്നോട് ആ വെഡിങ് സെറിമണി അത് നിർത്തിവെക്കാൻ പറയണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കണം. അതിനാ വവ്വാല് പറയും, ഞാനൊരു സാധാരണ സോംബിയാണ്, എനിക്കൊരിക്കലും അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. ഡോക്ടർ, ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങൾ തന്നെ വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. ഡോക്ടറിന്റെ ടെൻഷൻ കണ്ട് ഇപ്പൊ ചുന്ദരിപ്പെണ്ണ് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്റെ നെഗറ്റീവ് സോൾസ് ഇതുപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ അവരെ തളർത്താം. ആ ഗ്യാപ്പില് നിങ്ങൾ സോംബീസിനെ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ നടന്നു പോകും. ഡോക്ടറിനാണെങ്കിൽ അവളുടെ വാക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ആശ്വാസം തോന്നും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ഗഗ്ഗോ മുറിയോട് ഹെൽപ്പ് ചോദിക്കും. അതിന് ഗഗ്ഗോ മുറിയ ആള് ക്യാഷ്വലായിട്ട് പറയും, ഡോക്ടർ ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ? നിങ്ങളെ കൊണ്ട് നേരിടാൻ കഴിയുന്ന പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എനിക്ക് തൽക്കാലം അല്പം വിശ്രമം ആവശ്യമാണ്. ഞാൻ ഈ 900ന്റെ കൂടെ ഒരല്പനേരം എൻജോയ് ചെയ്യട്ടെ. അതിന് ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ 2 സോംബികളെ എന്റെ അണ്ടറിലേക്ക് തരണം. അവരെ കൺട്രോൾ ചെയ്ത് എനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. അതിന് ഗഗ്ഗോ മുറിയ ഓക്കെ പറയും. അവനാണെങ്കിൽ സാഞ്ചിയുടെ ഷാഡോ ഉള്ള ആ പെൻഗ്വിൻ, ജോറോയുടെ ഷാഡോ വെച്ചിരിക്കുന്ന ആ ഒരു സോംബി, അവർ 2 പേരെയായിരിക്കും സെലക്ട് ചെയ്യുക. ഇതാ ഇവിടെ ലൂഫി. അവനാണെങ്കിൽ ആ ഗഗ്ഗോ മുറിയ അവൻ എവിടെയും ചോദിച്ച് ആ സോംബികളെ എല്ലാത്തിനെയും തല്ലി കൊല്ലാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചി അവൻ നാമി അന്വേഷിച്ച് അവന്റെ ഫയർ പവർ വെച്ചും അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കിയും സോറോയും അവർ 2 പേരും കണ്ണിൽ കിട്ടിയ എല്ലാ സോംബീസിനെയും ഇടിച്ച് പഞ്ചറാക്കുകയാണ്. അതേസമയം ഇവിടെ ഇവര് 3 പേരും അവരാണെങ്കിൽ എന്തോ കണ്ട് ഷോക്കാവും. അത് മറ്റൊന്നുമല്ല, ആ നെഗറ്റീവ് സോൾസ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെയും സാഞ്ചിയുടെയും ബോഡിയിലേക്ക് കയറും. അത് കയറേണ്ട താമസം 2 പേരും മെന്റലി വീക്കായി താഴേക്ക് വീഴാണ്. അടുത്ത സെക്കൻഡ് 2 സോംബികൾ വന്ന് ലൂഫിയെയും സാഞ്ചിയെയും അവർ 2 പേരെയും ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. റോബിനും ചോപ്പറിനും ഉസോപ്പിനും അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അടുത്ത നിമിഷം ഉസോപ്പ് അവന്റെ ഗോലി അതെടുത്ത് ആ സോംബികൾക്ക് നേരെ അറഞ്ചം പുറഞ്ചം അടിക്കും. അതിനുശേഷം ലൂഫിയെയും സാഞ്ചിയെയും അവർ 2 പേരെ എടുത്ത് അവിടുന്ന് ഉഷാറായി ഓടിപ്പോവും. മറ്റൊരു ഭാഗത്ത് ആ 900 വീണ്ടും അവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. അങ്ങനെ ചാടി ആ ഒരു ഭാഗം തകർത്ത് കളയും. കറക്റ്റ് സമയത്ത് നമ്മുടെ ആൾക്കാർ അവിടേക്ക് ഓടി വരും. ഉസോപ്പും സാഞ്ചിയും അവർ 2 പേരും നേരെ താഴേക്ക് വീഴും. സാഞ്ചി ഉസോപ്പിന്റെ പോസ് അതങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അതിന്റെ തൊട്ടു മുൻപില് ഫ്രാങ്കിയും സോറയും അവര് സോംബീസിനെയൊക്കെ തല്ലിക്കൊന്ന് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. സോറോയും ഫ്രാങ്കിയും അവർ 2 പേരും തിരിഞ്ഞു നോക്കും. അപ്പൊ അവരുടെ തൊട്ടു മുൻപിലായി വ്യത്യസ്തമായ കളറില് എന്തോ ഒന്ന് കാണും. അവരാണെങ്കിൽ സ്ക്വാഡും കത്തിയൊക്കെ എടുത്ത് അതിനെ ആഞ്ഞു വെട്ടും. അത് കണ്ട് ഉസോപ്പ്, നോ, അതിനെ ഒന്നും ചെയ്യരുത്, അതാണ് ലൂഫിയുടെ ഷാഡോ അത് അബ്സോർബ് ചെയ്ത ആ ഒരു വലിയ ജയന്റ് 900. അത് കണ്ട് നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.